വട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ KSTA കൊല്ലങ്കോട് ഉപജില്ലാ സമ്മേളനം നടത്തി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന ആഹ്വാനവുമായി നടത്തിയ സമ്മേളനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ME ചന്ദ്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ജീവിത നിലവാരത്തെ, അധ്യാപകരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നയത്തെയും അംഗീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ എത്ര കാലം അല്ലെ? നമ്മളൊരു ഇന്ത്യ യൂണിയന്റെ ഭാഗമാണ്, പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വിദ്യാഭ്യാസ നയം അത് അവസാനിപ്പിച്ചേ തീരൂ എന്ന് പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയേണ്ടതും. ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ വിദ്യാഭ്യാസത്തിന് കാതലായ മാറ്റം വരുത്തിയാൽ മാത്രമേ വളരെ പെട്ടെന്ന് അവരുടെ ഹിന്ദുത്വ എന്ന അജണ്ട പൂർത്തീകരിക്കാൻ കഴിയൂ എന്നാണ് അവരുടെ നിലപാട്. അപ്പൊ അങ്ങനെ ജനവിരുദ്ധമായ നയങ്ങൾ മോദിയും തുടർന്നപ്പോ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് ജനവികാരം വലിയ രീതിയിൽ വരും എന്ന് കണ്ടപ്പോ അവര് വിജയിക്കുന്നതിന് വേണ്ടി ഇറക്കിയതാണ് വർഗീയക്കാട്, തീവ്രദേശീയത, പുൽവാമ ഭീകരാക്രമണം, ബാലാക്കോട്ട് സൈനിക കേന്ദ്രം പാകിസ്ഥാനെ നമ്മൾ പിടിച്ചെടുത്തു. മോദി അവിടെ പോയി തൊപ്പി വിട്ടു, സലാം കൊടുത്തു, പട്ടാളക്കാരെ കെട്ടിപ്പിടിച്ചു, രക്ഷപ്പെട്ടു അല്ലെ? ആ ഒരു കെട്ടിപ്പിടുത്തത്തിലും ആ ഒരു തൊപ്പിയിടലിലും പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിക്ക് രണ്ടാമത് അധികാരം വന്നില്ലേ? രണ്ടാമതും നരേന്ദ്രമോദി വന്നു. കൂടുതൽ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഉപജില്ലാ വൈസ് പ്രസിഡന്റ് K മുരളീധരൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KB ബീന സംഘടനാ റിപ്പോർട്ടും, ഉപജില്ലാ സെക്രട്ടറി R സതീശൻ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ B വിനോദ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PG ഗിരീഷ് കുമാർ, ജില്ലാ നിർവാഹക സമിതി അംഗം M ഉദയൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ R ശാന്തകുമാരൻ, PE രശ്മി, ഉപജില്ലാ വൈസ് പ്രസിഡന്റ് V കൃപലാജ്, ജോയിന്റ് സെക്രട്ടറി CS പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ വൈസ് പ്രസിഡന്റ് V സതി സ്വാഗതവും PE രശ്മി നന്ദിയും പറഞ്ഞു. ജില്ലാ നിർവാഹക സമിതി അംഗം K ബാലു മനോഹർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. പുതിയ പ്രസിഡന്റായി R സതീശൻ, സെക്രട്ടറിയായി PE രശ്മി, ട്രഷററായി B വിനോദ് കുമാർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.